ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മളിവിടെ ഇന്നലെ വളരെ പ്രാഥമിക തലത്തിൽ ധർമ്മം എന്ന പദത്തെ ചിന്തിച്ചു. ധർമ്മത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ധർമ്മം ആചാരപ്രധാനമാണ്. വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും, ആചാര പരമോ ധർമ്മ. ആചാരം പരമമായ ധർമ്മമാണ്. ഒരു പടി കൂടി കടന്ന് ആചാരപ്രഭവോ ധർമ്മ. ആചാരത്തിൽ നിന്നാകുന്നു ധർമ്മം പ്രഭവിക്കുന്നത് എന്ന് വെച്ചാൽ അർത്ഥം നോക്കൂ, ഒരാൾക്ക് ധർമ്മത്തെക്കുറിച്ച്, ധർമ്മത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് വളരെയധികം അറിവുണ്ട്, സകല ശാസ്ത്രങ്ങളിലും നിഷ്ണാതനാണ് എന്ന് വയ്ക്കുക. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, വർഷങ്ങളോളം ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ സ്വജീവിതത്തിൽ അയാൾ ധർമ്മം ആചരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അയാളെ ധാർമ്മികൻ എന്ന് വിളിക്കേണ്ടതില്ല. എന്നാൽ മറ്റൊരാൾ എന്താണ് ധർമ്മം എന്നതിനെക്കുറിച്ചോ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒരു വസ്തു അറിയില്ല, ഒന്നും പറയാനും അറിയില്ല. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ധർമ്മമൂല്യങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു സന്ദേഹവുമില്ല, നമ്മൾ അയാളെ ധാർമ്മികൻ എന്ന് വിളിക്കും. താത്പര്യം, ധർമ്മം ആചാരപ്രധാനമാണ്. ധർമ്മം പ്രഭവിക്കുന്നത് തന്നെ ആചരണത്തിൽ നിന്നാണ്. ഈ ധർമ്മത്തിൻ്റെ ആചരണം എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഈ പ്രപഞ്ച വ്യവസ്ഥകളെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതാണ്. ആ ചിട്ടപ്പെടുത്തലിൽ ഇന്നലെ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഏതവസ്ഥയിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് വിഭിന്നമാണ് ധർമാചരണം. ഏതവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയെ സംബന്ധിച്ച്, ഗൃഹസ്ഥനെ സംബന്ധിച്ച്, വാനപ്രസ്ഥനെ സംബന്ധിച്ച്, സന്യാസിയെ സംബന്ധിച്ച് ധർമാചരണം വിഭിന്നമാണ്. ഇതിൽ ഒരു സമാജത്തിൽ നമ്മൾ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുമ്പോൾ എങ്ങനെയൊക്കെ വേണം, ഇതിന് പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നതായ
ഉപദേശഭാഗത്തിൽ മൊത്തം ധർമ്മത്തെ ഒന്ന് അവലോകനം ചെയ്ത ശേഷം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചാണ് വിസ്തൃതമായി പ്രതിപാദിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് ഉപനിഷത്തിലെ ചെറിയൊരു ഭാഗമാണ്. ഉപനിഷത്തിൽ പല സന്ദർഭങ്ങളിൽ ധർമ്മോപദേശങ്ങളുണ്ട്. ഉപനിഷത്ത് പൂർണ്ണമായി ധർമ്മോപദേശമല്ല. ഉപനിഷത്തിൻ്റെ മുഖ്യ പ്രമേയവും ധർമ്മോപദേശമല്ല, മറിച്ച് അത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്, ആത്യന്തികമായ ഉണ്മയെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്. എന്താണ് തൻ്റെ സ്വരൂപം എന്നുള്ള പരമമായ വിജ്ഞാനമാണ്. എന്നാൽ പലയിടങ്ങളിലായിട്ട് മിക്കവാറും എല്ലാ ഉപനിഷത്തുക്കളിലും തന്നെ ധർമ്മത്തെക്കുറിച്ചുള്ള ചില ചിന്തനങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ കൃഷ്ണ യജുർവേദീയമായ തൈത്തിരീയ ഉപനിഷത്തിൽ ചെറിയൊരു ഭാഗം, 4 മന്ത്രങ്ങൾ അടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. 4 മന്ത്രങ്ങളേ ഉള്ളൂ ആകെ. അത് വരുന്നത് തൈത്തിരീയ ഉപനിഷത്തിൻ്റെ 1-ാമത്തെ വല്ലിയിൽ 11-ാമത്തെ അനുവാകമായിട്ടാണ്. ആ ഭാഗം നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. അത് വിചാരം ചെയ്യുകയാണെങ്കിൽ എന്താണ് ധർമ്മം, ധർമാചരണങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സന്ദേഹമില്ലാത്ത വിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അല്പമായി അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രഭാഷണം കേട്ട് എഴുന്നേറ്റ് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല. അല്പസമയം എന്തെങ്കിലും ചിന്തിക്കാം, പിന്നീട് സംശയ നിവാരണങ്ങൾ വേണം. ഈ പറയുന്നതിൽ എന്ത് സംശയം തോന്നിയാലും ചോദിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധമുള്ളത് അല്ലാത്ത എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. അങ്ങനെ നമുക്കിടയിൽ ഒരു ചർച്ച വരുമ്പോഴാണ് വിഷയം വിശദമാവുക. അപ്പം ഇവിടെ ഈ ഒരു ഭാഗം, അതായത് ആവർത്തിക്കുകയാണ്, തൈത്തിരീയ ഉപനിഷത്തിലെ 1-ാമത്തെ വല്ലിയിലെ ശിക്ഷാവല്ലിയിലെ 11-ാമത്തെ അനുവാകം. ഗുരുകുലത്തിൽ താമസിച്ച് പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരികെ പോകാനൊരുങ്ങുന്ന വിദ്യാർത്ഥിയെ അടുത്ത് വിളിച്ച് ഗുരുനാഥൻ ചെയ്യുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അതായത് വൈദികമായ സമ്പ്രദായമനുസരിച്ച് ആ സമ്പ്രദായം എക്കാലവും പ്രസക്തമാണ്. പക്ഷെ ഇന്ന് പ്രചരിതമല്ല. അതെന്തെന്നാൽ കുഞ്ഞിന് ഏകദേശം ഒരു ഇരിപ്പ് വന്നാൽ, ഇരിപ്പ് വരിക എന്ന് പറഞ്ഞാൽ ഈ നട്ടപ്രാന്തിൻ്റെ പ്രായമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കഴിഞ്ഞാൽ, സാധാരണ നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ 4-ാം വയസ്സിൽ നട്ടപ്രാന്ത് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കേണ്ട പാവങ്ങൾ, അവർ 3 വയസ്സാവുമ്പോൾ ക്ലാസ് റൂമുകളിൽ തളയ്ക്കപ്പെടുന്നവരാ. അവർ കേൾക്കണ്ട, അവർക്ക് സങ്കടവും. ഒരു 2-2.5 വയസ്സേ കുട്ടികൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളവരെ തളച്ചു ക്ലാസ് റൂമുകളിൽ. മഹാപാപം. എന്തോ ആട്ടെ, ഏതായാലും ആ ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നിരുന്ന് ഉപാസന ചെയ്യാനും അതിലൂടെ ഏകാഗ്രത നേടാനുമുള്ള അവസ്ഥ വന്നാൽ ഉപനയന സംസ്കാരം ചെയ്യണം. ഗായത്രി ഉപദേശിക്കുന്നു. അനന്തരം കുഞ്ഞ് ഗായത്രിയെ ജപിക്കുകയാണ്. അങ്ങനെ അല്പം ഒന്ന് ഇരുന്ന് ജപിക്കുമ്പോഴത്തേക്ക് ഒരടക്കം വരും. ഇനിയിപ്പോൾ പഠിക്കാം,
പഠിപ്പിക്കാം എന്നുള്ളൊരവസ്ഥ വരും. ആ സമയത്താണ് വേദാരംഭം എന്നുള്ള സംസ്കാരം. ഷോഡശ സംസ്കാരങ്ങളിൽ ഉപനയനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന സംസ്കാരം വേദാരംഭമാണ്. വേദാരംഭ സംസ്കാരത്തിൽ കുഞ്ഞിനെ ഗുരുകുലത്തിൽ കൊണ്ടുചെന്നാക്കുകയാണ്. പിന്നെ ഗുരുനാഥന്മാരുടെ കൂടെ താമസിച്ച് കണ്ടും കേട്ടും പഠിക്കണം. എന്തിനു ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും പഠിക്കണം. ചുരുങ്ങിയത് ഒരു വൈദികമായ കാഴ്ചപ്പാടിനനുസരിച്ച് പറഞ്ഞാൽ ഒരു വേദം സാംഗം പഠിക്കണം. പോരാ, എന്തെങ്കിലും 2 കലകളെങ്കിലും പഠിക്കണം. 2 കലകളെങ്കിലും പഠിച്ചാൽ സുഖമായി ജീവിക്കാൻ പറ്റും. ജീവിതം പ്രധാനമാണല്ലോ, ഇല്ലേ? ജീവിക്കണമെങ്കിൽ ചില്ലാനം വേണം, പണം സമ്പാദിക്കണം, തൊഴിൽ വേണം. അപ്പോൾ 2 കലകളെങ്കിലും പഠിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കൃഷി ആയാലും കൊള്ളാം, ഇനി മറ്റ് ബ്യൂട്ടി പാർലറോ അക്കൗണ്ടിങ്ങോ ഓഡിറ്റിങ്ങോ ഇൻറ്റീരിയർ ഡെക്കറേഷനോ ഒക്കെ 64 കലകളിൽ പെട്ടതാ. വൈദ്യമോ ഇന്നതൊന്നുമില്ല. അതുപോലെ പ്രസൂതി, മിഡ്വൈഫറി, അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും 64 കലകളിൽ ഏതെങ്കിലും 2 കല എങ്കിലും പഠിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം, അസലായിട്ട് ജീവിക്കാം. വേദം സാംഗം പഠിക്കുമ്പോഴത്തേക്ക് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. കലകൾ ഏതെങ്കിലും പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. ഇത് രണ്ടും നേടിക്കഴിഞ്ഞാൽ പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങൾ ഉറച്ചാൽ അയാൾക്ക് സന്യസിക്കാം. പക്ഷെ അത് വളരെ വിരളം പേർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബഹുഭൂരിഭാഗം വരുന്നവർക്കും ഈ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരണം. അതാണ് സമാവർത്തനം. സമ്യക് ആവർത്തനമാണ്. സമ്യക് ആവർത്തനം, സമാവർത്തനം 2 തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് സമാവർത്തനമാണ്, തിരിച്ചു പോരലാണ്. 2, ഗുരുകുലത്തിൽ വെച്ച് എന്തെല്ലാം പഠിച്ചോ ശീലിച്ചോ അത് മുഴുവൻ ജീവിതത്തിൽ ഉടനീളം പാലിക്കും എന്നുള്ള സങ്കല്പം ഉറപ്പിക്കലാണ്. ഈ സന്ദർഭത്തിലാണ് ഇവിടെ നമ്മൾ ഇപ്പം ശ്രദ്ധിക്കുന്ന 4 മന്ത്രങ്ങൾ വരുന്നത്. അപ്പം ഗുരുനാഥൻ അരികെ വിളിച്ച് പുതുതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. കാരണം ഇത്രയും കൊല്ലം തൻ്റെ കൂടെ താമസിച്ച് കണ്ടും കേട്ടും പഠിച്ച ആളാ. എങ്കിലൊരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. അത് ശ്രദ്ധിക്കുക. ഗുരുനാഥൻ്റെ കൂടെ താമസിച്ച് ചുരുങ്ങിയതൊരു 12 അല്ലെങ്കിൽ 18 വർഷം പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. 12 18 വർഷം പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും പിരിഞ്ഞു പോകുമ്പോൾ, കാരണം ഇനിയിപ്പോൾ പോകുന്നത് വ്യവഹാരങ്ങളെ ചെയ്ത് കഴിയാനാണ്. ഇനിയിപ്പോൾ പോകുന്നത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി വിവാഹ സംസ്കാരമൊക്കെ ചെയ്ത് ജീവിക്കാനാ പോകുന്നത്. അപ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഏറെ വിശദീകരണമൊന്നുമില്ലാതെ മന്ത്രങ്ങളിലേക്ക് പ്രവേശിക്കാം. പതുക്കെ നോക്കൂ. വേദമനുചാചാര്യോ അന്തേ വാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഃ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം
കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം. അവിടെ നിൽക്കട്ടെ, തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം പറയുകയാണ്, വേദം അനൂച്യ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. വേദം അനൂച്യ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. വേദം ചാൽ വേദത്തെ, വേദം വേദത്തെ. അനൂച്യ, അനൂച്യ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ട്, വേദത്തെ പഠിപ്പിച്ച ശേഷം ആചാര്യ, ആചാര്യൻ, അന്തേവാസിനം, അന്തേവാസിയോട് അല്ലെങ്കിൽ അന്തേവാസിയെ, രണ്ടും ശരി തന്നെ, അനുശാസ്തി, അനുശാസിക്കുന്നു. ഇതാണ് ആദ്യ വാക്യം. നോക്കൂ, ഈ ഉപദേശം ആരംഭിക്കുന്നത് വേദശബ്ദത്തോടു കൂടിയാണ്. വേദം സനാതനധർമ്മത്തിൻ്റെ മൂലമാണ്, അടിസ്ഥാനമാണ്. എന്താണ് സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ, വൈദിക ധർമ്മത്തിൻ്റെ, ഈ ഭാരതീയ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒട്ടും സന്ദേഹം ആവശ്യമില്ല, വേദമാണ്. നമ്മുടെ ശാസ്ത്രം വേദം മാത്രമാണെന്ന് ആരും പറഞ്ഞേക്കരുത്. വേദവും വൈദിക ശാസ്ത്രങ്ങളും വളരെ വിപുലമാണ്. അതിൽ തന്ത്രശാസ്ത്രങ്ങൾ വരും, മന്ത്രശാസ്ത്രങ്ങൾ വരും, ഒട്ടനേക ആചാര സംബന്ധിയായ ശാസ്ത്രങ്ങൾ വരും, ഇതിഹാസങ്ങളും പുരാണങ്ങളും വരും, ധർമ്മശാസ്ത്രങ്ങൾ വരും. ഇവയിലൊക്കെയുള്ള ആശയങ്ങളെ ആചാര്യന്മാർ ക്രോഡീകരിച്ച് നമുക്ക് തന്ന ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പുസ്തകമല്ല നമ്മുടെ അടിസ്ഥാനം, അനേക ലക്ഷങ്ങളാണ്. എങ്കിലും അതിൻ്റെ അടിസ്ഥാനം വേദമാണ്. വേദാധിഷ്ഠിതമാണ് സനാതന ധർമ്മം. എന്താണ് വേദം? വേദം അറിവാണ്, അറിവ്. വിത് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്ന് വേദശബ്ദം ഉണ്ടാക്കാം. വേറെയും അനേക അർത്ഥങ്ങളുണ്ട്. വേദത്തിന് ലാഭം എന്ന അർത്ഥമുണ്ട്, അസ്തിത്വം എന്നർത്ഥമുണ്ട്, സത്ത, ഉണ്മ എന്നർത്ഥമുണ്ട്, ലാഭം എന്നതുപോലെ വിചാരണം എന്നും അർത്ഥമുണ്ട്. അനേക അർത്ഥങ്ങളുണ്ട്. എങ്കിലും മുഖ്യമായി ജ്ഞാനം, അറിവ് എന്ന അർത്ഥം മനസ്സിലാക്കുക. അപ്പം എന്തിനെ സംബന്ധിക്കുന്ന അറിവാണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ചും ഈ പ്രപഞ്ച നിയാമകനെ സംബന്ധിച്ചും തന്നെ സംബന്ധിച്ചും തൻ്റെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചും മാർഗത്തെ സംബന്ധിച്ചുമുള്ള എല്ലാ അറിവുകളുടെയും സമാഹാരമാണ് വേദം. ശ്രദ്ധിക്കുക. ഈ അറിവിനെ ഉപദേശിച്ച ഗ്രന്ഥരാശികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേദം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗ്രന്ഥമല്ലേ അല്ല, അത് അറിവാണ്. സകല ഗ്രന്ഥങ്ങൾക്കും ഉപരിയാണ്, സകല ഗ്രന്ഥങ്ങളുടെയും അന്തസത്തയാണ്. എന്നാൽ ഈ അറിവിനെ ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളെ, ഉപദേശഭാഗങ്ങളെ നമുക്ക് വേദമെന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ഒക്കെ വരും. യജുർവേദത്തിൽ തന്നെ കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും വരും. ഇവയിൽ അനേക ശാഖകൾ വരും. 4 വേദങ്ങൾക്കും കൂടി 1180 ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ ശാഖയിലും സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ 4 ഭാഗങ്ങളുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ അഭിമാനപൂരിതരായി മാറും. ഇത്ര വലിയൊരു വാങ്മയത്തിൻ്റെ അവകാശികളും പിന്തുടർച്ചക്കാരുമാണ് നമ്മൾ.
ഇതിലേതെങ്കിലും ഒരു ശാഖ, ഉദാഹരണം പറയാം. ഇപ്പം സമ്പൂർണ്ണമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ശാഖയുടെ പേര് പറയാം, തൈത്തിരീയ ശാഖ. മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് അത്രയെങ്കിലും ഉയരം കാണും, ഒരു സംശയമില്ല. ചെറിയ അക്ഷരത്തിൽ അച്ചടിച്ച തൈത്തിരീയ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ 4 ഭാഗങ്ങളും ചേർന്നാൽ ചുരുങ്ങി ഇത്രയെങ്കിലും വരും ഒരു പുസ്തകം. അങ്ങനെ 1180 സങ്കല്പിച്ചു നോക്കൂ. നമുക്കൊക്കെ 2 കൈ, 2 കാല്, ഒരു തല എന്നൊക്കെ പറഞ്ഞ പോലെ വേദത്തിന് അംഗങ്ങളുണ്ട്. അവയാണ് വേദാംഗങ്ങൾ. വേദാംഗങ്ങളെ തന്നെയാണ് ശാസ്ത്രങ്ങളെന്ന് പറയുന്നത്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഓരോന്നിലും എത്രായിരം ഋഷീശ്വരന്മാരുടെ രചനകൾ. അവയോരോന്നും എത്ര യുക്തിഭദ്രങ്ങൾ. ആ വാങ്മയത്തിനുള്ളിലേക്കൊന്ന് എത്തി നോക്കുമ്പം തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല. ഏതെങ്കിലും ഒരംഗത്തിലേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഉദാഹരണം, ഒരു മഹാസമുദ്ര സമാനമാണ് വ്യാകരണം നിലകൊള്ളുന്നത്. അപ്പൊ വ്യാകരണത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷം വെച്ചാൽ നൂറ്റാണ്ട്, ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിലെ വിവിധ ഭാഷകളിൽ നിഷ്ണാതനും അതുപോലെ ഭാരതീയ, ഗ്രീക്ക് സാഹിത്യ ചിന്തകളിൽ, ദർശനങ്ങളിലൊക്കെ വളരെ വലിയ പണ്ഡിതനും വേദത്തിലും വൈദിക ശാസ്ത്രങ്ങളിലൊക്കെ വളരെ നിപുണനുമൊക്കെ ആയിരുന്ന പ്രൊഫസർ ബ്ലൂംഫീൽഡ്, അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി പ്രഭാഷണ സന്ദർഭത്തിൽ, ആരാ പ്രഭാഷണത്തിന് മുമ്പിലിരിക്കുന്നത്? മുഴുവൻ പ്രൊഫസർമാരാണ്. ബ്ലൂംഫീൽഡിൻ്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രൊഫസർമാരാണ് കേൾക്കാനിരിക്കുന്നത്. പ്രഭാഷണത്തിന് ശേഷം സംശയ നിവാരണ സമയത്ത് ഒരാൾ ചോദിച്ചു, അങ്ങ് 10-16 ഭാഷകളിൽ വിദ്വാനാണല്ലോ, അങ്ങ് ഭാരതീയ, ഗ്രീക്ക് ദർശനങ്ങളിലൊക്കെ നിപുണനാണല്ലോ, അങ്ങ് ഒട്ടനവധി ലോകത്തിൽ സഞ്ചരിച്ച ആളുമാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണ്? ഒരു ചോദ്യം. നമ്മളാരോടെങ്കിലും ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഏറ്റവും വലിയ ലോകാത്ഭുതം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അറിയില്ല. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മറുപടി ഉണ്ടാവും ഇല്ലേ? ചൈനയിലെ വൻമതില, അല്ല പീസായിലെ ചെരിഞ്ഞ ഗോപുരോ, ഏതാ അറിയില്ല. ബ്ലൂംഫീൽഡിന് ഒരു സെക്കൻഡ് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ വെച്ച് മഹാത്ഭുതം. ദി ഗ്രേറ്റസ്റ്റ് വണ്ടർ ഓഫ് ഓൾ വണ്ടേഴ്സ്. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു നിധി എത്ര നമ്മൾ ശ്രദ്ധിക്കുന്നു, എത്ര പേര് പഠിക്കുന്നു, എത്ര പേര് ആദരിക്കുന്നു, ഒന്ന് എത്തി നോക്കാനെങ്കിലും എത്ര പേര് പരിശ്രമിക്കുന്നു. സ്വയം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഇതൊന്നും നമുക്ക് നഷ്ടമായിട്ടില്ല. ഇനിയും നമുക്ക് പഠിക്കാം, ഇനിയും നമ്മളെ മക്കളെ, പേരക്കുട്ടികളെ പഠിപ്പിക്കാം. പഠിപ്പിച്ചേ മതിയാവും. ഭാരതത്തിൻ്റെ ഈ അളവറ്റ പ്രകാശനിധികളെ കാത്ത് അടുത്ത തലമുറയ്ക്ക് നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും. ഏതായാലും വളരെ പ്രതീക്ഷാവഹമായ ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ലോകം മുഴുവൻ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലോ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇൻഡോളജി ഒരു പഠന വിഷയമാണ്.
പക്ഷെ അവിടെ വലിയൊരു ന്യൂനതയുണ്ട്. എന്താ ന്യൂനത എന്ന് ചോദിച്ചാൽ, മിക്ക യൂണിവേഴ്സിറ്റികളിലും ഭാരതീയ ശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നവർ ഭാരതത്തിനെതിരെ പറയുന്നവരാ, ഭാരതീയ ചിന്തകളെ നിന്ദിക്കുന്നവരാ, അവമതിക്കുന്നവരാ. അത് കുറേ കാലങ്ങളായി, ഇപ്പം അടുത്തൊന്നും തുടങ്ങിയതല്ല. പക്ഷേ അത് മാറാൻ പോവുകയാണ്. കാരണം ശരിയായ അറിവുള്ള വിദ്വാൻമാരുടെ ലബ്ധിയുടെ കുറവാണ് പ്രധാനമായ വിഷയം. ഇത് മനസ്സിലാക്കിയിട്ട് ഭാരതം ഇന്ന് മിക്കവാറും സർവകലാശാലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. IIT IIM-കളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും വരും. ഇന്ത്യൻ നോളജ് സിസ്റ്റം പ്രധാനമായിട്ടുള്ളൊരു പഠന വിഷയമായിട്ട്, മാർക്കുള്ള പ്രധാന ക്രെഡിറ്റുള്ള ഒരു വിഷയമാക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വിപുലമാക്കാൻ, നന്നാക്കി തീർക്കാൻ എന്തൊക്കെ വേണം എന്നുള്ള ചർച്ചകൾ വിദ്വാൻമാർക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഭാരതീയ വൈജ്ഞാനിക മഹിമയിൽ ആദരവുള്ള ഒരു സമൂഹം, വിദ്വത് സമൂഹം അധികം വൈകാതെ ലോകത്തിലുണ്ടാവും. ഒരു സംശയം പറയുന്നതിനില്ല. ആ പ്രവർത്തനം ഇത് നടക്കുകയാണ് ശക്തമായിട്ട്. നമ്മളോട് ഒന്നേ പറയാനുള്ളൂ, ഈ നിധികളെക്കുറിച്ച് നമ്മളെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കണേ. ശരി, അപ്പൊ വേദം എന്ന് പറയുമ്പോഴത്തേക്ക് ഋക്ക് യജുസ് സാമം അഥർവം മാത്രമല്ല, ശിക്ഷാദി അംഗങ്ങൾ മാത്രമല്ല, പിന്നെ ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം എന്നിങ്ങനെയുള്ള 5 ഉപവേദങ്ങൾ. ഇതിനുള്ളിലൊക്കെ അന്തർഭവിച്ച വൈജ്ഞാനിക ശാഖകളെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത്ഭുതപ്പെടും. നമുക്ക് പറ്റിയ കുഴപ്പം ഇതൊന്നും വേണ്ട സമയത്ത് നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് നൽകാൻ പലർക്കും കഴിഞ്ഞു. പലർക്കും. ഇരിക്കട്ടെ, ഈ വൈജ്ഞാനിക സമ്പത്തിൻ്റെ മഹിമ അറിയപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചും അറിയുന്ന തന്നെക്കുറിച്ചുമുള്ള സമഗ്രമായ അറിവാണ്. ഒന്നുകൂടി പറയാം, അറിയപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചും അറിയുന്ന തന്നെക്കുറിച്ചുമുള്ള സമഗ്രമായ അറിവാണ്. ഇത് സമഗ്ര വ്യക്തിയെ രൂപീകരിക്കും, സമന്വിത വ്യക്തിയെ രൂപീകരിക്കും. ഏതായാലും ഈ വിഷയം അധികം വിസ്തരിക്കുന്നില്ല, ഇത്രയിൽ ഒതുക്കട്ടെ. അങ്ങനെയുള്ള വേദം അനുച്യ ഉപദേശിച്ച ശേഷം ആചാര്യൻ ആരാ? അവിടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ പോരാ. ടീച്ചറാണ്, ഗുരുവാണ്, പക്ഷെ ഗുരു മാത്രമല്ല, ആചാര്യനാണ്. ആരാണ് ആചാര്യൻ? ആചാര്യൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 3 ലക്ഷണങ്ങളുണ്ട്. ആചിനോത്തി ശാസ്ത്രാണി ഇതി ആചാര്യ, അതാണ് ഒന്നാമത്തെ ലക്ഷണം. ആചാര്യൻ അനേക ശാസ്ത്രങ്ങളെ സഞ്ചയനം ചെയ്തവനാണ്. അനേക ശാസ്ത്രങ്ങളെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിച്ച് വശത്താക്കിയവനാണ് ആചാര്യൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആചാര്യനോട് നമ്മൾ ഒരു മണിക്കൂർ സംസാരിക്കാൻ ഭാഗ്യം വന്നാൽ ഒരു 10 or 100 പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നമുക്ക് അറിവ് ലഭിച്ചെന്ന് വരും. ആചിനോതി ശാസ്ത്രാണ്. ആചാര്യന്റെ രണ്ടാമത്തെ ലക്ഷണം ആചരത്തെ സ്വയം. താൻ ഉപദേശിക്കുന്ന ആശയങ്ങളെ സ്വജീവിതത്തിൽ ആചരിക്കുന്നവനാണ് ആചാര്യൻ. അല്ലാണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാ, എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ളവനല്ല. സ്വജീവിതത്തിൽ ആചരിക്കുന്നയാൾ. പോരാ, മൂന്നാമത്തെ ലക്ഷണം ആചാരേ സ്ഥാപയതി അന്യാൻ. തദ്വാര മറ്റുള്ളവരെ ആചാരത്തിൽ സ്ഥാപിക്കുന്നവനാണ് ആചാര്യൻ. മക്കൾക്ക്, ശിഷ്യർക്ക് സദാചാരങ്ങളെ സ്വ ആചാരത്തിലൂടെ പകർന്നു നൽകുന്നവൻ.
ഇങ്ങനെയുള്ളവൻ ആചാര്യൻ. ഇങ്ങനെയുള്ള ആചാര്യനിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആചാര്യൻ അന്തേവാസിനം അനുശാസ്തി, അന്തേവാസിയോട് അനുശാസിക്കുന്നു. അന്തേവാസിയാണ്. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു പോകുന്ന ഡേ സ്കോളർ അല്ല, മറിച്ച് ആചാര്യൻ്റെ കൂടെ താമസിക്കുന്ന ആളാണ് വിദ്യാർത്ഥി. റെസിഡൻഷ്യൽ സംവിധാനമാണ്, ഡേ സ്കോളർ സംവിധാനമല്ല. അപ്പം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പഠനമെന്നല്ല, മറിച്ച് കണ്ട് കണ്ട് കേട്ട് കേട്ട് പഠിക്കുകയാണ്. ഇന്ന് പുതിയ ഒരു ലോകക്രമത്തിൽ ഇത് വളരെയധികം വ്യാപിക്കുന്നുണ്ട്. ഇന്ന് ഈ ഔപചാരിക സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രീതിയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോന്നിനും അതത് ആൾക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട്, ഇപ്പോൾ മരപ്പണി എടുക്കുന്ന ആളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് മരപ്പണി പഠിപ്പിക്കുക, സ്വർണ്ണപ്പണി എടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് സ്വർണ്ണപ്പണി പഠിപ്പിക്കുക, കൃഷിക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് കൃഷി പഠിപ്പിക്കുക. ഇങ്ങനെ പല പല ആചാര്യന്മാരെ അടുത്ത് പറഞ്ഞയച്ച് കുട്ടികളെ എല്ലാ മേഖലകളിലും നിപുണരാക്കി തീർക്കണമെന്നൊരു കാഴ്ചപ്പാട് ഇന്ന് വളർന്നു വരുന്നുണ്ട്. അതിലൂടെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.